എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊക്കെ അറിയാം, ഇന്ന് ഫെബ്രുവരി 14 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ ISL സെറമോണി മാച്ച്. ഈ സീസൺ ISL 2026 ISLൻ്റെ ഉദ്ഘാടന മത്സരമാണ് ഇന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ ഇന്ത്യൻ എൽ ക്ലാസിക്കോ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തുനിന്ന് ഒരുപാട് അൺസർട്ടേനിറ്റികൾക്കൊക്കെ ശേഷം തുടങ്ങുന്നൊരു ലീഗാണിത് എന്നുള്ളതാണ്. സോ ഇന്ന് 5 മണിക്ക് വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയിൽ വെച്ച് 5 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. പിന്നെ അത് കഴിഞ്ഞ് രാത്രി പിന്നെ ഗോവയും കാശിയും തമ്മിൽ മത്സരമുണ്ട്. അതെല്ലാം നമുക്ക് വലുത്, ഇതാണല്ലോ വലുത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ ഇന്ത്യൻ എൽ ക്ലാസിക്കോ. സോ ഈ മത്സരത്തെപ്പറ്റി എൻ്റെ ഒരു ചെറിയ വ്യൂകളും ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് പ്രകാരം ഞാൻ ഗോൾ കീപ്പർ പൊസിഷനിൽ സച്ചിനെയാണ് ഗസ് ചെയ്യുന്നത്. സച്ചിൻ തന്നെ ആയിരിക്കും എന്തായാലും ചാൻസ് ഉള്ളത്. പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സഹീഫുണ്ട്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒമറും വികാസും നിൽക്കും. റൈറ്റ് ബാക്കിൽ ഐബനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റൗളിംഗ് ബോർജസും ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മത്യാസ് ഹെർണാണ്ടസും കൂടെ ഉണ്ടാവും. അറ്റാക്കിംഗ് മിഡിലായിട്ട് മാർലോൺ റൂസിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ യോക്കർ ഇറങ്ങാം. പിന്നെ സ്ട്രൈക്കറിൽ ഞാൻ വിക്ടറിനെ എന്തായാലും പ്രതീക്ഷിക്കുന്നു. റൈറ്റ് വിങ്ങിൽ കോറു ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മോഹൻ ബഗാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരുടെ ഗോൾ കീപ്പറായി ഞാൻ വിശാലിനെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഞാൻ സുഭാഷിഷ് ബോസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സുഭാഷിഷ് ബോസ് മാത്രമല്ല, പിന്നെ മറ്റേ ആൽബർട്ട് റോഡ്രിഗസ് ഉണ്ടാവും. പിന്നെ ടോം ആൾറെഡിനെയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. റൈറ്റ് ബാക്കിൽ ആശിഷ് റായ്. അങ്ങനെ നമ്മൾ റൈറ്റ് ബാക്കിൽ ആശിഷ് റായിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡിൽ അപ്പൂയെ പ്രതീക്ഷിക്കുന്നു. സെൻട്രൽ മിഡിൽ അനിരുദ്ധ് ഉത്തപ്പയെ പ്രതീക്ഷിക്കുന്നു. ഡിമിത്രിയോ പെട്രോട്ടോസിനെ നമ്മൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ പ്രതീക്ഷിക്കുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ലിസ്റ്റൻ കൊളാസോയെ പ്രതീക്ഷിക്കുന്നു. സ്ട്രൈക്കർ പൊസിഷനിൽ മക്ലാരൻ. റൈറ്റ് വിങ്ങിൽ മൻവീർ സിംഗിനെയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. പിന്നെ ഇതിൽ ആര് ജയിക്കുന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. മോഹൻ ബഗാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന സ്കോർ 2-1 ജയിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ പൊട്ടുന്നെങ്കിൽ എത്ര സ്കോറിന് പൊട്ടുമെന്ന് വെച്ചാൽ 4-0 നമ്മൾ പൊട്ടും, അല്ലെങ്കിൽ 2-0, അല്ലെങ്കിൽ 3-0. ഈ ഒരു നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾ അടിക്കാണ്ടിരിക്കും ഇത്തവണ തോൽക്കുക. പക്ഷെ ജയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2-1 ജയിക്കും. അതാണ് എൻ്റെ പ്രഡിക്ഷൻ. നമ്മൾ തോൽക്കുന്നെങ്കിൽ നമ്മൾ 4 നമ്മൾ പൊട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എവേ മാച്ചും കൂടിയാണ്, അതിൻ്റേതായ പ്രഷറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനൊന്നും വലിയ കാര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണത്തിൻ്റെ സീസണാണ്. ഇത് വലിയ നമുക്കെന്തോ കപ്പ് നേടാനുള്ള സീസണാണെന്നൊന്നും കരുതണ്ട. കാരണം കപ്പ് നമുക്ക് എന്തായാലും കിട്ടില്ല. കാരണം ലീഗ് 1 ചാമ്പ്യനെ അത് കിട്ടുള്ളൂ. നമ്മളെന്തായാലും അതല്ല, നമുക്ക് എത്താനും കഴിയില്ല. പിന്നെ ഒരു ഫാൻ എന്ന രീതിയിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, തോൽക്കണം എന്നല്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അവരുടെ വീക്ക് പോയിൻ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല. അവർ ഒരു റയൽ മാഡ്രിഡ് മോഡൽ ടീമാണ്. നമ്മളാവട്ടെ ഒരു ലോക്കലാണ്. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോർ സ്ക്വാഡും അവരുടെ ഒപ്പം ഇപ്പോഴും ഉണ്ട് അൺസെർട്ടിനിക്ക് ശേഷം. നമ്മളൊരു പുതിയ സ്ക്വാഡായിട്ടാണ് ഇറങ്ങുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. ഒരു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മാച്ച് തന്നെ ആയിരിക്കും. കാണാം എന്താ സംഭവിക്കാമെന്ന് വരുന്ന വഴി തന്നെ കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് നെഗറ്റീവുകൾ എടുത്ത് പറയാനുണ്ട്. അവർക്കാവട്ടെ ഒരു നെഗറ്റീവ് പോലും ഇല്ല. നമ്മളായിട്ട് എന്തായാലും അവർ തന്നെ ആയിരിക്കും ജയിക്കുക. 97% അവർ തന്നെ ആയിരിക്കും ജയിക്കുക. ബാക്കി ഒരു ചെറിയ ശതമാനമേ നമുക്കുള്ളൂ. ജയിക്കട്ടെ. അതിന് നമുക്ക് അടുത്ത സീസൺ നോക്കാം. പക്ഷേ ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഫുള്ളും പോയില്ല. എന്നാലും 13 മാച്ചുള്ളൂ. എന്തായാലും ജയിക്കണം. ഫസ്റ്റത്തെ മാച്ചാണ്. ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് പിന്നെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. സോ എല്ലാവർക്കും ബൈ. നമുക്ക് എന്തായാലും മാച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം, പോസ്റ്റ് മാച്ച് വീഡിയോ ഇടാം.